നിങ്ങൾ വാർണിയുടെ ആരാന്നാ പറഞ്ഞേ? അത് പിന്നെ ഈ ശിഷ്യന്മാരാ. മൂപ്പരിപ്പോ അങ്ങനെ ലോക്കൽ പരിപാടിക്കൊന്നും പോവില്ല. ഫുൾ ഇന്റർനാഷണൽ കളിയാ. കേരളത്തിൽ ഞങ്ങൾ അപ്പൊ ലീഡ് ചെയ്യുന്നത്. കണ്ടിട്ടൊരു പന്തികേടുണ്ടല്ലോ. എനിക്കും തോന്നി ഒരു വശപ്പശക്. മൊത്തത്തിനൊരു കള്ളലക്ഷണം ഉണ്ടോന്നൊരു സംശയം. അതുണ്ടാവില്ലോ. ഈ പുലിനെ കളത്തരത്ത് കൂടിയാണല്ലോ പിടിക്കണേ. അപ്പൊ അതിന്റെ ഒരു കള്ളലക്ഷണം ഞങ്ങൾക്കും വരും അല്ലേ? അത് പോട്ടെ, ഇതിനു മുമ്പ് നിങ്ങൾ പുലിയെ പിടിച്ചിട്ടുണ്ടാ? ഇല്ല. കേട്ടല്ലോ, ഇതുവരെ പുലിയെ പിടിച്ചിട്ടില്ലാന്ന്. ഹലോ ഹലോ ഹലോ, അതെ ഇവൻ പറഞ്ഞ നേരാ. ഞങ്ങൾ ഇതുവരെ പുലിയെ പിടിച്ചിട്ടില്ല. കൊന്നിട്ടേ ഉള്ളൂ. എനിക്ക് എന്താണെന്നറിയില്ല, ഈ പുലിയെ കാണുമ്പോൾ ഭയങ്കര ദേഷ്യം വരും. പിന്നെ അതിനെ കൊന്നില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടിയില്ല. അതാ ആക്ച്വലി പുലി കുറവാട്ടോ. സിംഹവും കടുവയൊക്കെ കൂടുതൽ. എന്താണെന്നറിയില്ല, പുലി ബോസിനെ കണ്ട അപ്പോടും. അതെന്താ? പുലി പുള്ളിയുടെ കാശ് വല്ലതും കടം മേടിച്ചിട്ടില്ല, ഓടിക്കളയാൻ. ചേട്ടൻ എന്താണ് പേടിച്ചിട്ടോ? പേടിച്ചിട്ട്. അതിന് കുന്നംകുളത്ത് എവിടെ കാട്? കാട്, ചാവക്കാട്, കുന്നംകുളത്തിന് തൊട്ടടുത്താണ്. ഭയങ്കര കാടാ. അപ്പൊ തോക്കോ? തോക്കില്ല. തോക്കില്ലേ? ഇതുവരെ ഞങ്ങൾ തോറ്റ ചരിത്രമില്ല. ആ തോക്കല്ല, ഈ തോക്ക്. അതുമില്ല. അതുമില്ലേ? എന്നാ തോക്കുണ്ട്. തോക്കിന്റെ കാര്യമായി നാവെടുത്തില്ല. ദേ മെമ്പറിന് നമ്മൾ തോക്കുമായിട്ടെത്തി. എനിക്കിഷ്ടായി. കയ്യിൽ തോക്കുണ്ട്, സൂക്ഷിക്കുക. തോക്കെടുക്കാൻ പോയിട്ട് നീ ഇത്രയും നേരം എവിടെയായിരുന്നു? തട്ടുമ്പുറത്ത് എടുത്ത് തുടച്ച് വൃത്തിയാക്കണ്ടേ? എന്റെ മോള പേര് രേവതി. ആണോ? എന്ത് ചെയ്യുന്നു? അവള് പഠിക്കുക, എംബ്രോയിഡറിക്കാ. വേട്ടക്കാരാ. എന്താ ചേട്ടന്റെ പേര്? പീലിന്ന് വിളിക്കും. ഞാൻ ശരിക്കും വേട്ടക്കാരനാണ്. ഷാജിന്ന് വിളിക്കും. ഞാൻ അച്ചു. അച്ചു തന്നെ വിളിച്ചാൽ മതി. ഓ, അത് ഞാൻ പോവാ. ജീപ്പ് വന്നു. ശരി. എന്നാ പിന്നെ ഈ വേട്ടക്കാരുടെ താമസവും കാര്യങ്ങളൊക്കെ ഒക്കെ റെഡിയാ. ഐശ്വര്യമായിട്ട് പിടിച്ചാൽ മോളി താമസിക്കുന്നുണ്ട്, കുഴപ്പമൊന്നും ഇല്ലല്ലോ. എന്ത് കുഴപ്പം? ഒരു കുഴപ്പമില്ല. സന്തോഷമല്ലേ ഉള്ളൂ. മോളിലെങ്കിൽ മോളില്. ഇത് ഭയങ്കര മുള്ളാണല്ലോ. ഇതാണ് നിങ്ങളുടെ താമസ സ്ഥലം. എന്റെ അച്ഛൻ ഉണ്ടാക്കിയതാ. എങ്ങനെയുണ്ട്? പിന്നെ ഗംഭീരായിട്ടുണ്ട്. അച്ഛനിപ്പോ എവിടെ ഉണ്ട്? ഇതേന്ന് താഴെ വീണതാ. അപ്പൊ തന്നെ മുകളിലേക്ക് പോയി. സുഖമരണം. ഓരോ ഭാഗ്യങ്ങൾ. സൗകര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ് അല്ലേ? സൗകര്യം കുറച്ച് കുറവാണെങ്കിലും കാടിനുള്ളിലായതുകൊണ്ട് പുലിയുടെ കാര്യം ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. പുലി നിങ്ങളെ രക്ഷിക്കൊണ്ടെത്തിക്കോളൂ. ഞാൻ പ്രാർത്ഥിക്കുമല്ലോ. പോയാ ഈ ആടിനെ അമരത്തി കൊണ്ട്. അപ്പൊ ഞങ്ങൾ ഇനി ആടിനെ നോക്കണോ? അല്ല, ഇത് വളർത്താനല്ല, പുലിയെ ആകർഷിക്കാനാണ്. ആടിന്റെ ഒച്ച കേട്ടാ പുലി കൃത്യമായിട്ട് ഇങ്ങോട്ട് വന്നോളൂ. അതെ അതെ അതെ. ഇത്തിരി അപ്പുറം മാറി വരുന്നോണ്ട് ചേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ. നീ അത് അവിടെ കൊണ്ടുപോയി കെട്ട്. അതെ, ഇവിടുത്തെ സൗകര്യങ്ങളിലൊക്കെ ഹാപ്പിയാണല്ലോ. ഓ, കൂടുതൽ സൗകര്യങ്ങൾ തന്നെ ഞങ്ങളെ വീർപ്പ് മുട്ടിക്കരുത് പ്ലീസ്. അപ്പോ നിങ്ങൾ വിശ്രമിക്കും. യാത്ര കഴിഞ്ഞു വന്ന് മെമ്പറെ, നമുക്ക് പോയാലോ? അതാണ് എന്റെ സ്ഥിതി. അപ്പൊ എന്തായാലും എന്റെ പ്രാർത്ഥന ശക്തമാക്കണം. പിന്നെ പുലിയുടെ പേരും പറഞ്ഞ് വീടുകളുള്ള സ്ഥലത്ത് രാത്രി അധികം കറക്കം വേണ്ട, കേട്ടല്ലോ. എന്താ ചേട്ടന്റെ പേര്? ജംബു. ജന്തു ചേട്ടൻ എന്താ ജോലി? കച്ചവടാണ്. ഈ ഗ്രാമത്തിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ പുറത്ത് കൊണ്ടുപോയി വിൽക്കും. സാധനങ്ങൾ എന്ന് പറയുമ്പോ ഈ ഏലവും കുരുമുളകൊക്കെ ആയിരിക്കും അല്ലേ? അങ്ങനെയൊന്നുമില്ല, എന്റെ കയ്യിൽ എന്തൊക്കെ കിട്ടുന്നു അതൊക്കെ വിൽക്കും. മോഷണം ആണല്ലേ? ചില തണ്ടികൾ അങ്ങനെയും പറയാറുണ്ട്. പിന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ മറന്നു. ഏറുമാടത്തിന്റെ മുകളിലാന്ന് കരുതി സമാധാനിക്കണ്ട. പുലി മരത്തേലും കേറും. അത് പകുതി കയറുള്ളൂ. പുലിമുരുകൻ ഞങ്ങളും കണ്ടാണേ. ചേട്ടൻ ചെല്ലി. മിസ്റ്റർ ജംബു, കക്കൂസ. മണ്ടന്മാര്. കക്കൂസ് എടുത്ത കോമഡിയാ. കാട്ടിലെ ഫ്ലാറ്റ്. എന്നാണ് കളിക്കുന്നേ? പുല്ലിക്കിളിയൊക്കെ പുല്ലേ. ഒന്നൊന്നര ഐഡിയ പോയി. വിശന്നിട്ട് കണ്ണും കാണില്ല, എന്തൊക്കെയോ ഒച്ചപ്പാടും പാടും. ഉറപ്പടത്തിന് കയറിയമാതിരി എനിക്ക് തോന്നുന്നു.
ഈ ആടിന്റെ വായിൽ വല്ലതും തിരികെ കയറ്റണ്ട നാശം. വെറുതെ വല്ലോടത്തും കൂടി പോണ പുലിനെ പ്രലോഭിപ്പിച്ച് വിളിക്കുകയാണ് വാന്നും പറഞ്ഞു. നാളെ ഇതിനെ ചുട്ടു തിന്നാലോ? പുലിയായിരിക്കും. വന്നോ? പുലി വന്നാൽ നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്? നമ്മുടെ കയ്യിൽ തോക്കില്ലേ? തോക്കുണ്ട്. ഇത് വെച്ച് ഉന്നം നോക്കി വെടിവെക്കാൻ അറിയോ? എന്നാ ഞാനൊരു സത്യം പറയട്ടെ. എൻ്റെ അപ്പൻ നല്ല ഒന്നാം തരം വെടിവെപ്പുകാരനായിരുന്നു. അതിപ്പോ ആർക്കറിയാൻ പാടുള്ളത്? അതായിട്ട് ഇവിടെ ഇറങ്ങിയ നല്ല അടി കിട്ടോ. വെടിവെപ്പുകാരൻ്റെ മോൻ പുലീനും കൊന്ന് വിഗ്രഹം അടിച്ചു മറ്റേ എങ്ങനെ സ്കൂട്ടാവുന്നുള്ളത് പറയും. വല്ല ഗ്രാഫിക്സ് ആയിരുന്നെങ്കിൽ കൊല്ലാൻ സുഖമായിരുന്നു. എവിടെ കിട്ടും? എന്ത്? നീ ഇപ്പൊ പറഞ്ഞ പുലിയെ കൊല്ലണ ഗ്രാഫിക്സ്? ഓ കോസ്റ്റ്ലി ആണല്ലേ? എന്നാ വേണ്ട, അത് വള്ളിയോ. തൂക്കിനെന്താണ് ഈ വള്ളി? എനിക്ക് വാസു ആയിരുന്നേ. അപ്പൊ ഇപ്പാരാ? ഒന്ന് താഴേക്ക് വന്നേ. ദാ വരുന്നു. ശരിക്കും പിടിക്കേ. ഇവിടെ കടകളൊക്കെ നേരത്തെ അടയ്ക്കും. നിങ്ങളൊന്നും കഴിച്ചിട്ടില്ലെന്ന് തോന്നി, അതാ പൊതിഞ്ഞിങ്ങെടുത്ത്. പിന്നെ ഇവൻ കൂടെ വരാന്ന് പറഞ്ഞപ്പോ എനിക്കും ധൈര്യമായി. ഇല്ലെങ്കിൽ ഇവിടെ ആരും ഈ സമയത്ത് പുറത്തിറങ്ങാറില്ല. ഞാൻ വ്യക്തം. ദാ ഇത് വെച്ചോ. ഇങ്ങോട്ട് തന്നെ. ജാതിയിട്ട് വാറ്റിയ നല്ല വാറ്റാ. ഇക്കാര്യത്തിൽ എല്ലാവരും ജാതിയാ. വാറ്റുകാരനല്ലേ? ഹേയ്, വാറ്റുകാരനൊന്നുമല്ല. പക്ഷെ വേണ്ടി വന്നാ വാറ്റും അല്ലേ സാറേ? ഇവൻ അറിയാത്ത ഒരു പരിപാടിയില്ല. ദേ ഇതും കൂടി അങ്ങ് വെച്ചു. നിങ്ങളിവിടെ വന്നപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. ഒന്ന് പരിചയപ്പെടണമല്ലോ. പിന്നെ തണുപ്പൊക്കെ അല്ലേ, 2 എണ്ണം അടിച്ചിട്ട് കിടന്ന ഒട്ടും പേടി തോന്നത്തില്ല. ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. അതൊക്കെ ഒരു ത്രില്ലല്ലേ. പിന്നെ കഴിക്കുന്നതൊക്കെ കൊള്ളാം. ബോധം കെട്ട് കിടന്ന് ഉറങ്ങരുത്. ചുറ്റിലൊരു ശ്രദ്ധ വേണം. എവിടെന്നാ എപ്പോഴാ ഇറങ്ങി വരുന്നെന്ന് പറയാനൊക്കത്തില്ല. മനുഷ്യരക്തത്തിന്റെ രുചി അറിഞ്ഞവനാണ് അവൻ. സൂക്ഷിക്കണം. ദേ ഏകദേശം ഇയാളുടെ പ്രായം വരും എൻ്റെ അപ്പു. എഞ്ചിനീയറിംഗിന്റെ റിസൾട്ട് വന്ന ദിവസം കൂട്ടുകാരൊത്ത് ആഘോഷിക്കാൻ പോയതാ. ആറ്റിലെ കളി ആഘോഷമൊക്കെ കഴിഞ്ഞു വന്നപ്പോ കയ്യിലെ വാച്ച് ആറ്റുവക്കിൽ വെച്ച് മറന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ എടുത്തിട്ടു എന്ന് പറഞ്ഞു പോയതാ. പിറ്റേ ദിവസം സാറേ സാറേ സാർ വന്നേ. എന്താ സാറേ സാർ വാച്ച് കിട്ടിണ്ടാവോ? കർമ്മങ്ങൾ ചെയ്യാൻ പോലും ബാക്കി വച്ചില്ല. 26 കൊല്ലം ഈ കാടിനെയും മൃഗങ്ങളെയും ആരും ഒന്നും ചെയ്യാണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി സേവനം അനുഷ്ഠിച്ചതിന് ഈ കാട് എനിക്ക് തന്ന പ്രതിഫലം. നിങ്ങളതിനെ പിടിക്കണം. നിങ്ങൾക്കേ അതിന് പറ്റൂ. സാറേ വാ 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 എണീ. എന്നാ ഞങ്ങൾ പോയിക്കോട്ടെ. ശരി ശരി. സെന്റിയാക്കി വില കൂടിയ വാച്ചേക്കും. അല്ലാണ്ട് ഇങ്ങനെ മുക്കറിട്ട് കാര്യമില്ല. ഇതാണ് കുരുതിമലക്കാവ്. ഈ നാടിന്റെ രക്ഷയും ശക്തിയുമൊക്കെ ഈ കാവാണ്. അവരെത്തി കേട്ടോ. ഇവിടെ എല്ലാരും കാത്തിരിക്കായിരുന്നു. ഇവിടെ ഏതാ പ്രതിഷ്ഠ? ഇവിടുത്തെ തേവരുടെ വിഗ്രഹം പുരാതന കാലത്തെ പഞ്ചലോഹ വിഗ്രഹമാണ്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അല്ല, ഈ തേവരുടെ ശക്തി കൊണ്ടാണല്ലോ ഞങ്ങൾ ഇവിടെ എത്തിപ്പെട്ടത്. അല്ല, എന്താ അതിനൊക്കെ ഒരു ഒന്നുമില്ല. ഈ ഇത്രയും പുരാതനമായ വിഗ്രഹം എങ്ങനെയാ കള്ളന്മാർ കൊണ്ടുപോകാതെ നോക്കുന്നത്? അതെന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാ. അതെ അതെ, തേവരുടെ വിഗ്രഹം അങ്ങനെയൊന്നും ഇവിടെ കൊണ്ടുപോകാൻ ഒക്കത്തില്ല. ഉഗ്രവിഷമുള്ള കരിമൂർക്കന്മാരാ തേവർക്ക് കാവൽ. കൂടി വരാണല്ലോ. നമുക്ക് അങ്ങോട്ട് ഇരിക്കാം. ഇനി ഈ പീഠത്തിലേക്ക് കയറി നിന്നോളാം 3 ആളും. അല്ല, പേടിക്കട്ട, കേറിക്കോളൂ. ചെറിയൊരു രക്ഷാപൂജ. അപകടം പിടിച്ച പണിക്ക് വന്നത്. അത്രേ ഉള്ളൂ. ഓക്കെ. അയ്യോ, ചെരുപ്പ് പാടില്ല. ഇനി തൊഴുത് പ്രാർത്ഥിച്ചോളുക. കൂടെ പോന്നേക്കണേ. ഞങ്ങൾ കൊണ്ടുപോകും. സിറ്റിയിലേക്ക് വരണം.
അതല്ലടാ, ദേ അങ്ങോട്ട് നോക്കൂ, അങ്ങോട്ട്. ഹായ്, ആപ്പിളും പഴവും മുറിക്കാൻ കത്തിയുണ്ടല്ലോ. നമസ്കാരം. കൈ നീട്ടു. ഓ കുഴപ്പമില്ല, ഇത്തിരി ഭസ്മം തേച്ചാൽ മതി. അടുത്ത ആള് കൈ നീട്ടുക. ഞാനോ? ഞാനൊരു സത്യക്രിസ്ത്യാനിയാണ്, വെറുതെ കത്യാശുദ്ധമാക്കണ്ട. തേവർക്ക് ജാതി മത ഭേദമൊന്നുമില്ല. ആ കൈ അങ്ങോട്ട് നീട്ടുക, നീട്ടിക്കോളൂ. കൈ നീട്ടുക. എനിക്കിതിലൊന്നും വിശ്വാസമില്ല, ഞാൻ നിരീശ്വരവാദിയാ. ഇല്ലാട്ടാ പൂജാരി ചേട്ടാ, ഇവൻ എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ പോണ നല്ല കട്ട വിശ്വാസിയാ. വെള്ളം മുറിക്കുക, കൈ നീട്ടുക. വെള്ളം പിടിക്കരുത്, ചോര കൂടുതൽ പോവും. മുറിക്കുക, മുറിച്ചോളാം. ഇനി ആ രക്തം കൊണ്ട് നെറ്റിയിൽ തിലകം ചാർത്തിക്കോളൂ. ഗോപി ഗോപി. വല്ലാത്ത രക്ഷയിപ്പോ മെമ്പറെ. വിഷമിക്കണ്ട, രക്തം കൊണ്ട് തേവരുടെ മുന്നിൽ ഗുരുതി ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ഒന്നിനെയും പേടിക്കേണ്ടി വരില്ല. ആ, ഞാൻ അങ്ങോട്ട് പോട്ടെ, എനിക്ക് അത്യാവശ്യമായിട്ട് പഞ്ചായത്ത് ഓഫീസ് വരെ ഒന്ന് പോകണം. കാണാം. അതെന്താ ഈ അമ്പലത്തിൽ നിന്നൊരു പ്രത്യേകതരം വെളിച്ചം പുറത്തേക്ക് വന്നു? അതോ, തേവരുടെ നെറ്റിയിൽ ഒരു അപൂർവ രത്നമുണ്ട്. അതിൽ ഈ പ്രഭാത സൂര്യരശ്മികളൊന്ന് പതിക്കുമ്പോൾ അതിങ്ങനെ വെട്ടിത്തിളങ്ങും. ഇത്രയും വിലപിടിപ്പുള്ള വിഗ്രഹവും രത്നമൊക്കെ ഇങ്ങനെ ആരും നോക്കാനില്ലാണ്ട് കാടിൻ്റെ ഉള്ളിൽ വെച്ചേക്കണ റിസ്ക് ആണ് അല്ലേടായി? പിന്നെ സർപ്പങ്ങളുടെ കാവലുണ്ട്. തേവർ ഇവിടുന്ന് കൊണ്ടുപോകാൻ പണ്ടൊരു സർക്കസുകാരൻ നോക്കിയതാ. അയാൾ അതിനെ അനുഭവിക്കുകയും ചെയ്തു. ഞാനിവിടെ അന്ന് ഫോറസ്റ്റ് റേഞ്ചറായിട്ട് വന്ന കാലത്താണ് ഇവിടെ സർക്കസ് കളിക്കാൻ വന്നൊരു ബിരുദൻ തേവരുടെ വിഗ്രഹം മോഷ്ടിക്കാൻ ശ്രമിച്ചു. ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബഷീറും അന്ന് കാട്ടിൽ സെർച്ചിന് പോയതായിരുന്നു. കാവിന്റെ മുന്നിലെത്തിയപ്പോൾ ഒരു അനക്കം കേട്ട് നിൽക്കുക. കാവിന്റെ മുകളിൽ തേവരെയും പിടിച്ച് നിൽക്കുക അവൻ. ഞങ്ങൾ ഓടി ചെന്നപ്പോഴേക്കും തേവരം കൊണ്ട് അവൻ ഓടി. പുറകെ ഞങ്ങൾ. ഭാഗ്യത്തിന് കൃത്യസമയത്ത് മെമ്പറും മാത്യൂസും അവിടെ. ഞാൻ സർവീസ് റിവോൾവർ എടുത്ത് അവന്റെ കാല് നോക്കി വെടിവെച്ചു. അതോടെ തേവരെ അവിടെ ഇട്ടിട്ട് അവൻ കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു. നാട്ടുകാരറിഞ്ഞ് ചെന്നപ്പോഴേക്കും അയാള് കൊച്ചിനെ കൊണ്ട് പുഴ നീന്തി കടന്നു. പക്ഷേ ആരോ സർക്കസുകാരന്റെ ടെന്റിന് തീയിട്ടപ്പോ അതിലയാളുടെ ഗർഭിണിയായി ഭാര്യ പെട്ടുപോയി. ഒരു കണക്കിന് അവന് തേവര് കൊടുത്ത ശിക്ഷയാ. പിന്നെ ഇതുവരെ ആരും തേവരെ തൊട്ട് കളിക്കാൻ മുതിർന്നിട്ടില്ല. തൊട്ടവൻ വെണ്ണീറാവും. അത്രയ്ക്ക് ശക്തിയാ. അപ്പൊ ശരി ബീലി, നിങ്ങൾ പോയി എന്തെങ്കിലുമൊക്കെ കഴിക്ക്. ദേ, ഞാൻ ഇതുവഴി അങ്ങ് പോവുക. ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി വലത്തോട്ട് തിരിഞ്ഞാ. അതെ, അതെങ്ങനെ മനസ്സിലായി? അതെങ്ങനെ വരൂ? എന്നാ പിന്നെ ഇടയ്ക്കൊക്കെ അങ്ങോട്ടൊന്ന് ഇറങ്ങ്. ആയിക്കോട്ടെ, ശരി. സ്ട്രേഞ്ച് മാൻ ഒന്ന് ചോദിച്ചാ 10 എണ്ണം പറഞ്ഞു. അയാൾ പറഞ്ഞേട്ടല്ല എന്ത് വെണ്ണീറാവൂന്ന്. വിശന്നിട്ട് വയ്യ, വയറ് കത്തിക്കാണ്. ഒന്നടങ്ങടാ. ആടാ, ഒരു മിനിറ്റ്. എന്തായാലും ഇത്രയും ഡീറ്റെയിൽസ് കിട്ടിയ സ്ഥിതിക്ക് നീ യൂട്യൂബ് പഠിച്ചൊന്ന് വിളിക്കും. എന്ത് കിട്ടുമെന്നറിയാലോ? എന്നാ നിങ്ങൾ ചായക്കടയിലേക്ക് കിട്ടും. ഞാൻ യൂട്യൂബ് വിളിച്ചിട്ട് വരാം. ഫുൾ ഡീറ്റെയിൽസ് പറയണേ അല്ലേ? പിന്നെ ഈ തൂക്കം നോക്കാതെ വില പറയാൻ പറ്റുമോ? യൂട്യൂബേട്ടന് പറ്റുമോ? അങ്ങനെയാണ്. ഓക്കെ. സംഭവം ചേട്ടൻ പറഞ്ഞ കറക്റ്റാണ്. പക്ഷേ ഇച്ചിരി റിസ്ക്കാ, ടൈം എടുക്കും. അതൊക്കെ ഞങ്ങൾ ഏറ്റെന്ന് എത്ര കിട്ടുമെന്ന് പറ. സത്യം ഉറപ്പല്ലേ? അവസാനം വാക്ക് മാറ്റരുത്. ഓക്കെ, അപ്പം ശരി, ഞാൻ വിളിക്കാം. ഈ
ഈ ഫോൺ ബൂത്തൊക്കെ ഇപ്പൊ ഇവിടെ മാത്രമേ ഉള്ളൂ. മൊബൈലിന് റേഞ്ച് ഇല്ലാത്തോണ്ട് വലിയ പാടാ. ഇതാര് രേവതി കൊച്ചാ? ക്ലാസ്സിൽ പോയിരിക്കും. അല്ല, കഥകളിക്ക് പോവാ. മിടുക്കി. ചേട്ടാ, തേൻ മിഠായി. ദിവസവും ഇതിങ്ങനെ കഴിച്ചാലേ ചെറുപ്രായത്തിൽ വല്ല ഷുഗറും വരും കൊച്ചേ. ചേട്ടന് ഷുഗർ വന്നത് മിഠായി കഴിച്ചിട്ടാണോ? നിന്നോടൊന്നും തർക്കിക്കാൻ ഞാനില്ല. ചേട്ടൻ മിഠായി എടുത്തേ. ഒരെണ്ണം ഞാൻ എടുക്കണ്ടേ? കൊള്ളാം, എനിക്കങ്ങോട്ട് ഇഷ്ടായിരിക്കണു. അയ്യോ ചേട്ടാ, ജീപ്പ് വന്നു, വേഗം തായോ. ആ ചെക്കൻ എന്താ നിന്നെ കണ്ടപ്പോ ഇളക്കം? അത് കിട്ടണത് കിട്ടുമ്പോ തീർന്നോളൂ. പോടാ. ചീറ്റിപ്പോയില്ലേ? ഇതൊരു ഓപ്പണിംഗ് അല്ലേ ഉള്ളൂ. നിങ്ങൾ നോക്കിക്കോ, ഞാൻ അവളെയും കൊണ്ടേ പോകും. അവള് നിന്നെയും കൊണ്ട് പോകാൻ നോക്കിയോ? എന്തായി ഇട്ടുപെട്ടെന്ന് കിട്ടിയ? സാധനം കിട്ടി അന്ന് അപ്പൊ തന്നെ ക്യാഷ് റെഡിയാണെന്നാ പറഞ്ഞത്. എത്ര കിട്ടുന്നെങ്ങാനും പറഞ്ഞോ? 5 ലക്ഷമാ? No, crores. 5 crores. അങ്ങനെ 5 കോടി ക്ലബ്ബ് കയറി. ക്ലാവ് പിടിച്ചിട്ടുണ്ട് തോന്നുന്നു. കോമഡി. ഇങ്ങോട്ടാ ഗണ്ടിയായിട്ട് കുണ്ടിൻകുടിക്ക് പോണേ. തൂറാൻ എന്തേ? ഇത്ര ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരാളെ ആദ്യമായിട്ട് കാണാം അല്ലേ ബൈ? അതെ, ഇവിടെ ഏറ്റവും അടുത്ത് ഈ ബിവറേജസ് എവിടെയുള്ള? ബിവറേസോ? ഇവിടെ അതിനങ്ങ് ടൗണിൽ പോണം. പിന്നെ നല്ല നാടൻ മതിയെങ്കിൽ അനിത ബാറി കിട്ടും. അനിത ബാർ അതെവിടെ? ആ വളവ് ഇരിഞ്ഞ് മേലോട്ട് നിന്നാ മതി. വേര് കെട്ടി തിരിച്ച ചെറിയൊരു വീട് കാണും. അതാണ് അനിത ബാർ. അവിടെ ചെന്ന് ചോദിച്ചാൽ മതി, കിട്ടും. എന്തും കളഞ്ഞത്. അയാള് പറഞ്ഞ അടയാളങ്ങളൊക്കെ കറക്റ്റ് ആണ്. ക്യൂ ഒന്നും കാണില്ലല്ലോ. ഒന്ന് 1-ാം തീയതിയാണോ? എന്താ ബീവറേജാ? അതെ ചേട്ടായി, ഒരു പെണ്ണ് വാറ്റി വെക്കാന്നൊക്കെ പറയുമ്പോ വാറ്റ് മാത്രമായിരിക്കൂല. വിളിച്ചു നോക്കാല്ലേ? എന്താണല്ലോ ഒരു വീട്ടിൽ വന്നിട്ടൊരു മര്യാദ ഇല്ലാണ്ട്. അനിതേ, എടോ ആനിതേ, ആരാ വന്നാ നോക്ക്. ആരുമില്ല ഇവിടെ. എനിക്ക് വാറ്റ് മാത്രം മതി. എന്താ? ഞങ്ങൾ വാറ്റ് മാത്രം വാങ്ങാൻ വേറെ ഒന്നും പ്രതീക്ഷിക്കരുത്. അത് ഞങ്ങൾക്ക് ഈ 2 അടിക്കാൻ. കിണറ്റിൽ മുഴുവൻ വാറ്റാണോ? ചെവി അടിച്ചു പോയായിട്ടാണ്. അതെ, ആ വെള്ളമല്ല, ഈ വാറ്റ് വാറ്റ്. അത് പറയണേ, അല്ലാതെ പൊട്ടമാരപ്പിൽ ഇങ്ങനെ അങ്ങേ കാണിച്ചാലാ. എത്ര വേണം? 2 ഫുള്ള്. 2 ഫുള്ള്. മൊത്തം പോയി കിടക്കുന്നു. ഹലോ, എന്നാ പേര്? ആ കൊള്ളാലോ. മോളെ അതുവേ അഞ്ചെണ്ണല്ലേ തൽക്കാലം വിടി. ഇത് കാര്യമായിട്ട് എന്ത് കുഴപ്പമുണ്ടോ? വാങ്ങി വെച്ച ആവശ്യം വരും. കാശിന്റെ ഒപ്പം കൊടുക്കും. ഒന്ന് പിടിയടാ. അതെ, പിന്നെ ബാക്കി എനിക്കൊരു മനസ്സിലായോ? ഇതിന്റെ എല്ലാ പാർട്സും വീക്കാന്ന് എനിക്ക് തോന്നി. തളയ്ക്ക് ബോധം വരുന്നതിന് മുമ്പ് നമുക്ക് പോവാം. ഈ നാട് കൊള്ളാട്ടാ. ഫുഡിന് ഫുഡ്, വാറ്റിന് വാറ്റ്. 2 ചോദിച്ചാൽ 4, 200 കൊടുത്താൽ 500. മൊത്തത്തിൽ നല്ല പ്രോത്സാഹനം. സൂപ്പർ സ്ഥല. ആകെ ഒരു പ്രശ്നം ഈ പുലിയാണ് അല്ലേ? പുലി വീണ്ടും ഇറങ്ങുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് സാധനം അടിച്ച് വേണ്ടി സ്ഥലം കാലിയാക്കണം. പക്ഷെ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ എളുപ്പമൊന്നുമല്ല കേട്ടോ. ഇവിടെ ചില ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്താലും സംഭവം ഈസി ആവും. ഈ കൂടുതൽ ബന്ധം ഉണ്ടാക്കണ്ട. അവൻ ആ പെണ്ണിനെ വഴിയാണ് എടുക്കാനാണ് പോയി. ഈ ആളുകളുടെ കണ്ണു വെട്ടിക്കാം. പക്ഷെ മറ്റേ ഐറ്റം ഉണ്ടല്ലോ, മറ്റേ വിഷമുള്ള പാമ്പുകൾ, അതാണ് പ്രശ്നം. അല്ല, ഈ പാമ്പുകൾ അമ്പലത്തിൽ നിന്ന് പുറത്തേക്കൊന്നും പോകില്ലേ? വെറുതെ ഒന്ന് റിലാക്സ് ചെയ്യാൻ. നമുക്ക് വാവാ സുരേഷിനെ വിളിച്ചാലോ? അതൊന്നും വേണ്ട. അയാൾക്ക് കൂടി ഷെയർ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ തന്നെ ഷെയർ കൂടുതലാണ്. നമുക്ക്
ബുദ്ധിപരമായ ഒരു തീരുമാനം എടുത്താലോ? ഇത് ഒടുക്കത്തെ ബുദ്ധിപരം. കുന്നത്തൊരു കാവുണ്ട്, കാവിനടുത്തൊരു മരമുണ്ട്, മരത്തിൽ നിറയെ പൂവുണ്ട്, പൂ പറിക്കാൻ പോരുന്നു പൂങ്കുയിലേ പെണ്ണാളെ, പൂങ്കുയിലേ പെണ്ണാളെ. എന്റെ 750 രൂപ. 750 രൂപ ഇച്ചിരി കൂടുതലല്ല മോളെ, ഒരു 500 കയറട്ടെ. എന്താ മതിയാവൂ? വേണ്ടാതേനും പറഞ്ഞാലേ എന്റെ തനി കോണം കാണും. 3 എണ്ണത്തിനെ കിടുങ്ങാമണി വെട്ടി കുത്തിയരിഞ്ഞ് കോഴിക്കിട്ട് കൊടുക്കും ഞാൻ. കോഴിക്കെങ്കിലും പോരാവട്ടെ. ഇനി പറ, എന്താ മോളുടെ പ്രശ്നം? ആരും ഇല്ലാത്ത തക്കം നോക്കി ആ തള്ളിയെ പറ്റിച്ചു പോന്നിട്ട് എന്താ പ്രശ്നം? ഓ ഓ അനിത, അനിത അത് പറഞ്ഞപ്പോ അതിനിങ്ങനെ ഈ അരിവാളൊക്കെ എടുത്ത് അലറണോ? 500 ഉണ്ട്, അപ്പൊ 1000. ബാക്കിക്ക് നാളെ മാറ്റിയത്. അവിടെ എന്നേ ഇത് ഈ കൈ തന്നെ ഇരിക്കട്ടെ. അതാ അതിൻ്റെ ഒരു ബ്യൂട്ടി. നല്ല ആണത്തുള്ള പെൺകുട്ടി അല്ലടാ? എങ്ങനെ? കുന്നത്തൊരു കാവുണ്ട്, കാവിനടുത്തൊരു മരമുണ്ട്, മരത്തിൽ നിറയെ പൂവുണ്ട്, പൂ പറിക്കാൻ പോരുന്നു പൂങ്കുയിലേ പെണ്ണാളെ, പൂങ്കുയിലേ. കണ്ണാടി എന്നാ കറുത്തിരിക്കുന്നത്. നീ നോക്കുമ്പോ എല്ലാം അങ്ങനെയല്ല. ഇത് വർക്ക് ചെയ്ത് मैं तुम्हारा माप नहीं कीजिए. ഇത് വർക്ക് ചെയ്യണ്ടല്ലോ. എന്നാ പിന്നെ കിടക്കുക. അയ്യോ, ഞാൻ വെടിവെക്കൂല. അയ്യോ, എനിക്കാരും വിളിക്കുന്നു. എന്താടോ? ഇന്നലെ രാത്രി ഒരു വെടിവെച്ച കേട്ടല്ലോ. വേഗം കവലയിലേക്ക് ചെല്ലാൻ പറഞ്ഞു. മെമ്പർ എല്ലാവരും അവിടെ കാത്തു നിൽക്കുക. വാടാ. നിങ്ങളൊന്ന് കട്ടക്ക് കൂടെ വന്നാൽ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റി. കഥാ തിരക്കഥാ സംഭാഷണം അച്ചു. സമയം രാത്രി 12 മണി കഴിഞ്ഞാണ്. ഞങ്ങളിങ്ങനെ ഉറക്കത്തിലേക്ക് വഴുതി വീഴാൻ പോവുക. പെട്ടെന്ന് താഴെ കോയക്കൻ്റെ നിർത്താണ്ട് കരയാണ്. രണ്ടും കൽപ്പിച്ച് ആ ടോർച്ചടിച്ച് നോക്കിയപ്പോഴേ കത്തി ജോലിച്ച് ഇങ്ങനെ നിൽക്കുക. എന്ത് ടോർച്ച? അല്ല, കണ്ണുകൾ. പൊന്തക്കാട്ടിൽ തിളങ്ങുന്ന 2 കണ്ണുകൾ. ഓട്ടന്നെ ചേട്ടായി മുണ്ടും മടക്കി കുത്തി ഒരു ഒറ്റ ചാട്ടാ താഴത്തേക്ക്. കഥയിൽ ഇന്നും കൂടി കൂട്ടടോ. നീ ഉറങ്ങല്ലേ? ആ പെട്ടെന്ന് താഴേന്ന് നീട്ടിയൊരു വിളിയാണ്. എടാ അച്ചുവേ, അച്ചുവേ, എക്കോ. ഈ ആടാണെങ്കിൽ നിർത്താണ്ട് പോരച്ചോണ്ടിരിക്കും. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചേട്ടായി ധൃതിയിൽ തോക്കെടുക്കാൻ മറന്നുപോയെന്ന്. പിന്നെ ഞാൻ പോയിട്ട് തോക്കെടുത്ത് താഴത്തേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തതും ചേട്ടായി ഇതെടുത്ത് ഉന്നം പിടിച്ചപ്പോഴേക്കും പൊന്തക്കാട്ടി നേട്ടത്തൊരു ചാട്ട. എന്തുട്ടാ? പുലി. നല്ല 1-ാം തരം പുലി. എന്റെ പ്രാർത്ഥന ഫലിച്ചു. ഇനിയും കൂടി കൂട്ട്. നീ എണിറ്റില്ലെന്ന് വിളിച്ചെണീപ്പിക്ക്. ആ അപ്പൊ നമ്മുടെ ചേട്ടായി ഒരു മരത്തിന്റെ മറവിലേക്ക് അങ്ങോട്ട് മാറിയെന്ന്. എന്തിനും വേണമല്ലോ ഒരു മറയൊക്കെ. അപ്പൊ പുലിയോ? ചേട്ടൻ പുലി പൊന്തക്കാട്ടിന് ചാടി ഇറങ്ങി നിൽക്കുന്നു. ഞാൻ നോക്കുമ്പോ അവിടെ പുലി, ഇവിടെ പീലി, ഇവിടെ പീലി, അവിടെ പുലി. നടുക്ക് നമ്മുടെ കോയക്കട ആടും. ചേട്ടായി തോക്കെടുത്ത് ഉന്നം പിടിച്ചു. അപ്പൊ പുലിയോ? പുലി ചാടി നിക്കല്ലേ? ആ അതെ.
ചേട്ടായി കാഞ്ചി വലിയ റെഡിയായി നിന്ന്. അപ്പൊ പുലിയോ? കഥയിൽ ചോദ്യമില്ല, ബാക്കി ഞാൻ പറയാം. ഒന്നിട്ട് മാറി. പിന്നെ ഞങ്ങൾ നോക്കുമ്പം എടോ അപ്പൊ പുലിയോ? പുലി അയ്യന്റെ അമ്മയെന്ന് പറഞ്ഞ് ഓടി രക്ഷപ്പെട്ട്. പക്ഷെ വെടി കൊണ്ടിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഈ ഭാഗത്തേക്ക്. വെടികൊണ്ട പുലിയാ, ചത്തിട്ടില്ലേ അവൻ തിരിച്ചു വരും. എന്തായാലും ഇനി നിങ്ങളൊന്ന് സൂക്ഷിക്കണം. അതന്നെയാണ്ടോ ഞങ്ങൾക്കും വേണ്ട അല്ലേ? എവര് മാത്രമല്ല, ഇനി അങ്ങോട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. രാത്രിയുള്ള യാത്ര വേണ്ട. രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങി നടക്കുന്നവരെ പുലിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പൊ നീ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അല്ല ഭൈ, ആടൊന്നും കൊടുത്തില്ല, ഭയങ്കര കരച്ചിലാണല്ലോ. ആടല്ല, അതോ ഇവരാ കാട്ടുവാസം കൊണ്ടായിരിക്കും. ഇവന് ആട്ടിനൊന്നും ഇപ്പൊ മനസ്സിലാവില്ല. മണവാളൻ രാവിലെ തന്നെ അണിഞ്ഞൊരുങ്ങി എങ്ങോട്ടാ? അണിഞ്ഞൊരുങ്ങിയോ? കണ്ടാ പറയില്ലട്ടോ. ചെറിയൊരു മീറ്റിംഗ്, ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ട് പറയാ. ഇപ്പൊ കുറച്ച് ധൃതിയുണ്ട്, സോറിയേ. ഡീറ്റെയിൽസ് പറയണ്ടാവണേ. നല്ലൊരു കാര്യത്തിന് ഇറങ്ങുമ്പോ വെറുതെ ഞാൻ പോണ്. അയ്യോ, ആവശ്യം വരും, അതാ. അപ്പൊ ഓക്കെ. പാവം, ഇവന്റെ ബലഹീനത മനസ്സിലാക്കില്ലല്ലോ. നീ അവനെ ശരിക്കും നോക്കി. അവന്റെ പോക്ക് കണ്ടറിയില്ലേ? പ്രേമത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ടുള്ള പോക്കാന്ന്. ഈ ദാഹത്തിന് ഇവൻ കുറേ വെള്ളം കുടിക്കും. ബാക്കിയുള്ള എമ്പളും കൂടി കുടിപ്പിക്കുന്ന എനിക്ക് തോന്നുന്നു. കുറെ നാളായിട്ടുള്ള ആഗ്രഹമാണ് നിന്നിങ്ങനെ ഒന്ന് കാണാനും മനസ്സോർന്ന് സംസാരിക്കാനും ഒക്കെ. അതെങ്ങനാ? എപ്പോഴും കൂടി ഉണ്ടാവുമല്ലോ പാലുപോലെ രണ്ടെണ്ണം. അവർക്ക് ഞാനെന്ന് പറഞ്ഞ ജീവനാണ്. ഞാനൊരു ആവശ്യം പറഞ്ഞാലേ ജീവൻ കളഞ്ഞിട്ടാണെങ്കിലും കൂടെ നിൽക്കും രണ്ടാളും. നീ കഴിക്ക്. നീ വാ തുറന്ന്. സതീശേട്ടാ, വേണ്ട സതീശേട്ടാ. അച്ചു ചേട്ടാ, സതീശേട്ടാ, ഞാൻ പറയുന്നു. ആരാ നിന്നെ തല്ലിയത്? ആരാ എന്താന്ന് ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല. എന്നോടാ ചോദിച്ച ആരാന്ന്? എടാ പറയടാ. നല്ല വീട്ടിലെ പെൺപിള്ളേരുടെ പിന്നാലാണ് ഇതായിരിക്കും ഗതി. ഇത് നിനക്കൊക്കെ ഉള്ളൊരു വാണിങ്ങാ. സതീശിന്റെ വക സാമ്പിള്. ഇനി ഇമാതിരി തോന്നി വെച്ചായിട്ടുള്ള പിന്നാലെയാണ് നടന്ന ഒന്ന് കെട്ടി തൂക്കി ഞാൻ. അത് ഇത് പന്നിയുടെ മോനാണെങ്കിലും. ഇങ്ങോട്ട് പോടാ. എടാ ഇങ്ങോട്ട് വരാൻ. അടിക്കടാ. കോമഡി ഇല്ലാത്ത സീനിൽ വെറുതെ ചിരിക്കല്ലേ. ചവിട്ടി കലക്കണം അവന്റെ സാമ്പിള്.
ഇവൻ അവളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവൾക്ക് ഇവനെ ഇഷ്ടമാണെങ്കിൽ, ആരെതിർത്താലും ശരി, ഇവൻ അവളുടെ കഴുത്തിൽ മിന്നു കെട്ടുകയും ചെയ്യും, അവൾ ഇവന്റെ കൊച്ചുങ്ങളെ പ്രസവിക്കുകയും ചെയ്യും. ഇത് വാണിംഗ് അല്ല, വാക്കാ. എന്റെ ചങ്കിന് ഞാൻ കൊടുക്കണ വാക്ക് കേട്ടോടാ. രണ്ട് തല്ലു കൊണ്ടാലും സാരമില്ല. അവളുടെ മനസ്സിൽ നിന്ന് ഇനി എന്നെ വായിച്ചളയാൻ ആർക്കും പറ്റൂല. എനിക്കത് തോന്നി. മതി മതി. നമ്മൾ ആരാ എന്താണെന്നൊക്കെ എന്നായാലും ഇവരൊക്കെ അറിയും. അതുവരെ ഉള്ളൂ പ്രേമമൊക്കെ. അത് ശരി. എന്നിട്ടാണോ അവളെ കൊണ്ട് എന്നെ കൊച്ചിനെ പ്രസവിപ്പിക്കുന്നൊക്കെ അവിടെ വെച്ച് വെച്ച് കാച്ചിയത്? അതിനെ അപ്പോഴത്തെ ആവേശത്തിന് അവിടെ വെച്ച് അങ്ങനെ പറഞ്ഞു വെച്ച് പിടിച്ച് നീ എന്ത് കാര്യമാക്കിയ? ചേട്ടായി ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച്, ആ വിഗ്രഹം അടിച്ചു മാറ്റിയാൽ പിന്നെ ഒരു വേണ്ടാത്ത പരിപാടിക്ക് ഞാൻ പോവില്ല. എൻ്റെ രേവതിനെയും കൂട്ടി ആരും അറിയാത്ത ഏതെങ്കിലും നാട്ടിൽ പോയി ഞാൻ സ്വസ്ഥോട് ജീവിക്കും. തൽക്കാലം മോൻ ഇതൊരെണ്ണം അടിച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ആ വേദനയൊക്കെ ഒന്ന് കുറയട്ടെ. അതന്നെ, എന്നിട്ട് ആലോചിക്കുക കെട്ടണോ പ്രസവിപ്പിക്കണോ എന്നൊക്കെ. വെള്ളം ഒഴിച്ചില്ലേ ചതവിന് നല്ല. ഈശോമിശേഖരൻ സ്തുതിയായിരിക്കട്ടെ അച്ചോ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താ അച്ചോ, എന്താ പ്രശ്നം? പോക്കിരിത്തരം മുഴുവൻ കാണിച്ചിട്ട് എന്താ പ്രശ്നം? ഇനി ഇവിടെ കിടന്നോളെ പ്രശ്നം ഉണ്ടാക്കി ഇടവക്കാർക്കട്ടെ അറിയിക്കേ. ഇനി ആരെ അറിയാൻ ബാക്കിയുള്ളത് വെച്ചോ? യവനല്ലേ കവലയിൽ നാട്ടുകാരെ മുന്നിൽ വെച്ച് വെല്ലുവിളിച്ചത് കൂടെയുള്ള തെണ്ടിയെ കൊണ്ട് എന്റെ മോളെ കെട്ടിക്കുമെന്ന്. അയ്യോ അച്ചോ, ഒരു ഫൈറ്റ് ഒക്കെ കഴിഞ്ഞപ്പോ ഒരു പഞ്ചിന് വേണ്ടി അപ്പോഴത്തെ ഒരു ആവേശത്തിന് പറഞ്ഞു എന്നുള്ള നേരം. പക്ഷെ അത് കാര്യമാക്കണ്ട. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, മെമ്പറിന്റെ മോളെ അവന് ഒരുപാട് ഇഷ്ടമാണ്. അവൾക്ക് അവൻ അവളെ പൊന്നുപോലെ നോക്കുകയും ചെയ്യും. പിന്നെ നിങ്ങളുടെ അന്തസ്സിന് അഭിമാനത്തിന് ചേരില്ല എന്നുണ്ടെങ്കിൽ അവനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അവന്റെ ഭാഗത്ത് നിന്ന് ഇനി ഒരു പ്രശ്നം ഉണ്ടാകും. മതി, അത് മതി. എന്നെ മെമ്പറെ പോരെ പറഞ്ഞു മനസ്സിലാക്കിയ അവന് കൊള്ളാം. പിന്നെ എന്റെ കൊക്കില് ജീവനുണ്ടെങ്കിൽ അവന്റെ പൂതി നടക്കില്ലെന്ന് അവനോട് പോയി പറഞ്ഞേക്കേ. ഞാൻ പോവാച്ചോ. ഈ പുലിവാലി കൂടെ ഉണ്ടാക്കി വെച്ചിട്ട് അവനെന്ത് ചെയ്യടാ നിന്റെ അച്ചു? അവൻ കുമ്പളം നട്ടോണ്ടിരിക്കുക. സ്വന്തം പറമ്പിൽ തന്നെ അല്ലേ? അത് വെച്ചു. ഹായ്. അതെ, അറിഞ്ഞില്ലേ? അനിതേ പോലീസ് നോക്കി ആരോ ഒറ്റിയതാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ അടിവാരത്തെ ബീവറേജ് അല്ലാണ്ട് എന്താക്കാനാ അല്ലേ? സംഗതി ഓള് ചെയ്തത് തെറ്റാണെങ്കിലും ആ കുട്ടിയുടെയും വയസ്സായ തള്ളയുടെയും കാര്യം ആലോചിക്കുമ്പോഴാ എന്തേലും ഒന്ന് ചെയ്യണം. ഈ വക കേസൊന്നും മെമ്പറോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മെമ്പർ മുങ്ങിയാൽ എന്നാ തെറ്റ്? കർഷക സമരം നടത്തി കൊണ്ടുപോയതൊന്നും അല്ലല്ലോ. സംഗതിയേ വാറ്റ് കേസാ. തൊട്ടാലേ തൊട്ടവൻ നാറും. ഓ, അവളുണ്ടാക്കി തന്ന വാറ്റ് മോന്തുമ്പം ആർക്കും ഈ നാറ്റമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. തനിക്ക് ഇത്ര തന്നെ താനം കൂടി ഒന്ന് ഇറക്കടൂ. ഇറക്കൂ അനക്ക് കാണണം. ഇറക്കം ചെയ്യും, തന്റെ മുന്നിൽ കൂടി അവളെ കൊണ്ടുവരികയും ചെയ്യും. അല്ലേ ഏട്ടായി? ഇത് ഞങ്ങളെ കുടിവെള്ളത്തിന്റെ പ്രശ്നം. വാ ബായ്. അങ്ങോട്ട് വരെ നമ്മളെ ഹോൾഡ് എന്താന്ന് കാണിച്ചു. അല്ല, ഞാൻ നിക്കണോ ഏട്ടാ? വേണ്ട, ഒന്നും പറയാൻ പറ്റില്ല. പൊയ്ക്കോ. കുറെ കാലത്തിന് ശേഷം ഗൾഫിൽ നിന്ന് വീട്ടിലെത്തിയൊരു ഫീലിംഗ് അല്ലേ? അനിത ചേച്ചിനെ ഇറക്കാൻ വന്നിട്ട് ലാസ്റ്റ് നമ്മളെ പിടിച്ചെടുത്തിടോ. നിങ്ങൾ രണ്ടാളും കൂടെ ഇറക്കുന്നു പറഞ്ഞ് വെല്ലുവിളിച്ചത്. ചെല്ലടാ, ചെന്നിറക്കടാ. ബൈ, എനിക്കൊരു ഐഡിയ. ബായ് മുണ്ടും മടക്കി കുത്തി നേരെ സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുന്നു. അനിത ചേച്ചിന്റെ കൈ പിടിക്കുന്നു, സ്ലോ മോഷനിൽ തിരിച്ചു നടക്കുന്നു. അതാണല്ലോ ഹീറോയിസം. അതുകൊള്ളാം. തൽക്കാലം ഇപ്പോൾ ഉള്ള ഹീറോയിസവും നായക പരിവേഷവും കൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. ഇവിടുത്തെ ഒരു ഐഡിയ പറഞ്ഞ് എന്നെ കഞ്ഞി പാറ്റിയിട്ടല്ലേ.